നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഒരു സീരീസായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ലെക്ചർ സീരീസ്. അതിൽ ഫസ്റ്റ് വീഡിയോ ആണ്, ബേസിക് ലെവലിലുള്ളൊരു വീഡിയോ ആണ്. 3x മാത്സ് 2022 ആണ് യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 2021, 22 ഈ വേർഷനൊക്കെ ഈ കാണുന്ന രീതിയിലായിരിക്കും സ്റ്റാർട്ടാവുന്നത്. അതിന് മുമ്പുള്ളത് 15 മുതൽ 19 വരെയുള്ളതും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, ഒരേ രീതിയിൽ. എന്നാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്. ഒരു ബേസിക് വീഡിയോ ആണ്, അതായത് 3x മാത്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. എന്ത് മെനു കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പം കൂടുതൽ അറിയാവുന്ന ആൾക്കാർ ഈ വീഡിയോ കണ്ടതിൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വീഡിയോയിലേക്ക് തുടർന്നു. ആദ്യം തന്നെ വെൽക്കം സ്ക്രീനാണ്. ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആകുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. അത് നമ്മൾ ഇത് അൺടിക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ഇത് ഓപ്പണായി വരുന്നില്ല. പക്ഷേ ഇത് ക്ലിക്ക് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാ സമയം ഓപ്പൺ ആകുമ്പോൾ വരും. ഇത് കാണിക്കുന്നത് വെച്ചാൽ ഇതിൽ വെൽക്കം 3x മാത്സിൽ കാണിക്കുന്നുണ്ട് എന്തൊക്കെ എവിടെയാണെന്നുള്ളത്. ഞാൻ വീറയോടും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അത് എക്സ്ട്രാ ആയിട്ട് വരുന്നതായിരിക്കും. മൗസിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ തന്നെ. ഇതാണ് നമ്മുടെ വ്യൂ പോർട്ട്. 4 വരുന്നുണ്ട്. ഒന്ന് പെർസ്പെക്റ്റീവ് വരുന്നുണ്ട്, ഫ്രണ്ട്, ടോപ്പ്, ലെഫ്റ്റ്. ഇതാണ് വരുന്നത്. ഇത് ഫയൽ മെനു. നോർമൽ എല്ലാ സോഫ്റ്റ്വെയറിലും കാണുന്ന പോലെ ഫയൽ, എഡിറ്റ്, ടൂള്, ഗ്രൂപ്പ്, വ്യൂ, ക്രിയേറ്റ്, മോഡിഫയർ, ആനിമേഷൻ എന്ന് പറഞ്ഞാൽ റെൻഡറിങ്, കസ്റ്റമൈസ്. കസ്റ്റമൈസിലാണ് നമുക്ക് ഇതിൻ്റെ UI ചേഞ്ച് ചെയ്യാൻ പറ്റും. പ്രിഫറൻസ് ഒരുപാടുണ്ട്. ഇനി അടുത്ത വീഡിയോയിലേക്ക് ഇതിനെ ഓരോന്ന് എന്താണെന്നുള്ളത് കൂടുതൽ പരിചയപ്പെടുത്താം. സ്ക്രിപ്റ്റ് എന്താണെന്നുള്ളത്, സബ്സ്റ്റൻസ്, ഓരോ കാര്യങ്ങളും ഇതിലുണ്ട്. ഇത് മോഡിഫയറിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ളതാണ് ഈ വരുന്നത്. പിന്നെ ഇതാണ് വീറയുടെ ടൂൾസാണ് ഇതിൽ വരുന്നത്. വീറയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. ഈ ഒരു പോർഷനാണ് ആനിമേഷൻ്റെ ഇത് വരുന്നത്. ഈ കാണുന്നതാണ് ആനിമേഷൻ്റെ. ഇതിപ്പോൾ ഒരു 100 ഫ്രെയിമായിട്ടുള്ളതാണ് ഇതിലുള്ളത്. 24 ഫ്രെയിമിലാണ് ചെയ്യുന്നത് വെച്ചാൽ 24 ഒരു സെക്കൻഡ് അങ്ങനെ വരിക. ഇതിപ്പോൾ 24 എന്നുള്ളത് 4 സെക്കൻഡ് കുറച്ചും ഉള്ളൊരു വീഡിയോക്കുള്ളത് മാത്രമാണ് ഇത്രയും രീതിയിൽ വരിക. കൂടുതൽ സീന് എക്സ്പ്ലോററാണ്. നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണുന്നതാണ്. ഇതാണ് എഡിറ്റ് വരുന്നത്, സ്റ്റാൻഡേർഡ്. ഇതിൽ ജിയോമെട്രി തന്നെ സ്റ്റാൻഡേർഡ് മുതൽ ഇത്രയും കാര്യങ്ങളുണ്ട്. സ്റ്റാൻഡേർഡിലാണ് ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്നത്, പ്ലെയിൻ വരുന്നത്, ക്യൂബ്, ടീപോട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഷേപ്സ് ആണ്, ലൈന്, റെക്റ്റാങ്കിൾ കാര്യങ്ങൾ. ഇതിലും 4 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ലൈറ്റ് വരുന്നുണ്ട്, ഫോട്ടോമെട്രിക്, സ്റ്റാൻഡേർഡ്, വീറ്. അന്നോൾഡ് പറയുന്നത് വീറെ പോലെ തന്നെ ഇതിൽ ഇൻബിൽട്ടായിട്ട് വരുന്നതാണ്. മാക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് വരുന്നുണ്ട്. പിന്നെ വീറെ വരുന്നുണ്ട്, കൊറോണ വരുന്നുണ്ട്, പിന്നെ ഒരുപാട് ക്യാമറയായിട്ടത് വരുന്നുണ്ട്. ഇത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല, കാരണം ആർക്കിടെക്ചർ നമ്മളൊരു ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ കാര്യങ്ങൾ ആർക്കിടെക്ചർ ബന്ധമായിട്ടുള്ളത് ചെയ്യുന്നതിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. പിന്നെ മോഡിഫയർ ഉണ്ട്, ഡിസ്പ്ലേ, കുറേ ഭാഗങ്ങളുണ്ട്. നമ്മൾ കൂടുതൽ ഫസ്റ്റ് തന്നെ വരുന്നത്. ഇതിനാണ് കുറച്ച് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ
ചെയ്യാം. ടീപോട്ട് ഇതെല്ലാം ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം. നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിക്കാണും. നമ്മളിപ്പോൾ ഒരു ബോക്സും ഒരു ടീപോട്ടും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആയിട്ട് ഏകദേശം ഈ സൈഡുള്ള വ്യൂ ആയിട്ടുള്ളതാണ് ഇവിടെ കാണുന്നത്. ടോപ്പ് വ്യൂ ഇവിടെയും ലെഫ്റ്റ്, പിന്നെ അതിൻ്റെ പെർസ്പെക്റ്റീവ് അതായത് 3D വ്യൂ കാണാം ഇവിടെ ഉണ്ട്. ഇതിൽ നമ്മൾ ആൾട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ആൾട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൗസിൻ്റെ വീല് ചെയ്തിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തത് സെൻറ്ററായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഒരു ബേസിക് ഇൻസ്ട്രക്ഷനാണ് കാര്യങ്ങൾ. പിന്നെ W കൊടുക്കുകയാണെങ്കിൽ അത് മാത്രമല്ലാതെ തിരിച്ച് ചെയ്ത് വേണം. ഏതിലാണോ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് അത് ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വ്യൂ പോർട്ട് സെലക്ട് ചെയ്യാനുള്ള വീലാണ് ഈ കാണുന്നത്. നമ്മൾ ഈ കോർണർ ചെയ്തിട്ടുണ്ടെങ്കിൽ വെസ്റ്റേഴ്സ് ഈ രണ്ടിൻ്റെ കോർണർ ഇത് ഓർത്തോഗ്രാഫിക് വ്യൂവിലാണ് വരിക. പെർസ്പെക്റ്റീവ് ഓർത്തോഗ്രാഫിക് നമ്മൾ ചെറിയ മാറ്റമേ ഉള്ളൂ. ഒരു 2 പോയിൻ്റ് 3 പോയിൻ്റ് ഡ്രോയിങ് ഒക്കെ വരയ്ക്കുന്നില്ലേ, ആ രീതിയിലുള്ള ഒരു വ്യൂ ആയിരിക്കും ഇതിൽ വരിക. നമ്മൾ P ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെർസ്പെക്റ്റീവിലേക്ക് പോകും. നേരത്തെ ഇത് മോൾഡൊക്കെ ഒരുപാട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വ്യൂ ചെയ്യാൻ സിസ്റ്റത്തിന് ലോഡ് കൂടുതലായിരിക്കും. നമുക്ക് ഇവിടെ മാറ്റിയിട്ട് വയർ ഫ്രെയിം ആക്കാം, ഏത് രീതിയിലും ചെയ്യാം. ശുക്ല ഇന്ത്യയിൽ ഇതൊരു പാർട്ട് 1 വീഡിയോ ആണ്. അടുത്ത വീഡിയോയിൽ ഓരോന്നിൻ്റെ ഉപയോഗം എന്താണ്, എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത്